ഈ KSRTC-യിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുകയാണല്ലോ. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നല്ല കാര്യമാണ്. നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. നല്ല കാര്യം തന്നെയാണ്. തമിഴ്നാട്ടിലൊക്കെ നേരത്തെ തുടങ്ങി. നമ്മൾ വൈകി അതെ, പറഞ്ഞതുപോലെ പാലിക്കണം. വാഗ്ദാനം അത് നടപ്പിലാക്കണം. ഇന്ന് കണക്കാക്കാൻ എത്ര പാസഞ്ചർ ലേഡീസ് കയറുന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ്. നമസ്കാരം. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിജയിച്ചു കഴിഞ്ഞാൽ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കും എന്നുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ KSRTC സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇന്ന് എന്തായാലും ഈ ഒരു സൗജന്യ യാത്ര നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ KSRTC ആരംഭിച്ചിരിക്കുകയാണ്. അതായത് സാമ്പത്തിക ബാധ്യത എത്രയെന്ന് കണ്ടെത്താനുള്ള നടപടിയാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. അതായത് ടിക്കറ്റ് മെഷീനിൽ ലിംഗഭേദം രേഖപ്പെടുത്തും. അതുകൂടാതെ ടിക്കറ്റിൽ സ്ത്രീ പുരുഷൻ എന്നുണ്ടാവുകയും ചെയ്യും. ഇത് ഇന്ന് മുതലാണ് നടപ്പിലാക്കാൻ ഇക്കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. KSRTC-യുടെ അഡീഷണൽ ജനറൽ മാനേജറാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ധനവകുപ്പ് പദ്ധതി നടപ്പിലാക്കിയാലുള്ള സാമ്പത്തിക ബാധ്യത അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ടിക്കറ്റിലെ മാറ്റം എത്ര ബാധ്യത ഉണ്ട് എന്ന് അറിയാൻ മാത്രമാണ് ഈ നടപടി. അതായത് ശരാശരി ഒരു ദിവസം എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു നടപടിക്രമം. അതായത് ടിക്കറ്റ് മെഷീനിൽ ലിംഗഭേദം രേഖപ്പെടുത്തുന്ന ഒരു നടപടി ഇന്ന് ആദ്യമായി ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തമ്പാനൂരാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് സ്ത്രീ യാത്രക്കാരുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ KSRTC-യിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുകയാണല്ലോ. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ശരി, ഇതാണ് പ്രതികരണം. അമ്മ, ഈ KSRTC-യിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുകയാണ്. നല്ല കാര്യമാണോ? നല്ല കാര്യം തന്നെയാണ്. തമിഴ്നാട്ടിലൊക്കെ നേരത്തെ തുടങ്ങി. നമ്മൾ വൈകി. അതെ, ശരി, ഇതാണ് പ്രതികരണം. ഇതാണ് തമിഴ്നാട്ടിലൊക്കെ മുൻപേ നടപ്പിലാക്കി എന്നുള്ളതാണ്. ചേച്ചി, ഈ KSRTC-യിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്ന്, സ്ത്രീകൾക്ക് നടപ്പിലാക്കുമെന്ന് UDF പറഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. ഓക്കെ, ഇതാണ് ആൾക്കാരുടെ പ്രതികരണം. ഇതാണ് നല്ല കാര്യം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ നടപടിക്രമമാണ് നിലവിലിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച്, അതായത് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അത് സൗജന്യമായിരിക്കും എന്നുള്ളതാണ്. ഇനി അതിന് ദൂരപരിധി നിശ്ചയിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. നമുക്ക് ഇവിടെയുള്ളൊരു കണ്ടക്ടറോട് തന്നെ നമുക്ക് പ്രതികരണം ചോദിക്കാം. ഇന്ന് ഈ ഒരു നടപടിക്രമം ആരംഭിച്ചോ, ഈ ഒരു മിഷനിൽ ലിംഗഭേദം രേഖപ്പെടുത്തിയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കണ്ടക്ടർ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അത് എങ്ങനെയാണത്? എണ്ണം കണക്കാക്കാൻ വേണ്ടിയാണോ? എണ്ണം കണക്കാക്കാൻ അങ്ങനെ എത്ര പാസഞ്ചർ ലേഡീസ് കയറുന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ്. എത്ര പേര് കയറുന്നത് ഇന്ന് രാവിലെ മുതലായിരുന്നു സൗജന്യ യാത്ര വരാൻ പോകുന്നു. അത് ഇഷ്ടവാ. ആണോ പറഞ്ഞതുപോലെ പാലിക്കണം. മുന്നോട്ട് പോകുമോ എന്നുള്ള സംശയമാ. അതെന്താ അങ്ങനെ? ഇങ്ങനെ വാഗ്ദാനം ചെയ്ത ആൾക്കാർ അത് വാഗ്ദാനം അത് നടപ്പിലാക്കണം. ഇതാണ് ജനങ്ങളുടെ പ്രതികരണം. ഇതാണ് വാഗ്ദാനം, അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ജനങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ടിക്കറ്റിംഗ് ഇന്ന് ആ ഒരു മിഷനിൽ ലിംഗഭേദം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് കൗണ്ടിങ് ഏകദേശം എത്രയുണ്ട് എന്ന് കണക്കാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നടപ്പിലാക്കുന്നത്. പുതിയ സർക്കാർ വന്ന ശേഷമാകും ഈ പദ്ധതി എന്തായാലും നടപ്പിൽ വരിക. സ്ത്രീകളുടെ സൗജന്യ യാത്ര UDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. എന്തായാലും നിരവധി സ്ത്രീകളാണ് KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ വൻ കടബാധ്യതയിലായിരുന്ന KSRTC KB ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് KSRTC ഒന്ന് പച്ച പിടിച്ച് വന്നത്. KSRTC ജീവനക്കാർക്ക് മുടക്കമില്ലാതെ ശമ്പളം ലഭിച്ചു തുടങ്ങിയതും ഇക്കാലത്താണ്. ലാഭമില്ലാതെ നിരവധി സർവീസുകൾ വെട്ടിക്കുറച്ചും
ആഡംബര യാത്ര ഉറപ്പിക്കുന്നതിനായി പ്രീമിയം ബസ്സുകൾ നിരത്തിൽ ഇറക്കിയും ഉല്ലാസയാത്രകൾ നടപ്പിലാക്കിയുമെല്ലാമാണ് KSRTC കടക്കിണിയിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് UDF വൻ വിജയം നേടുകയും ഭരണത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയും ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഈ ഒരു സൗജന്യ യാത്ര, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്ന് UDF പറയുന്നത്. അതിൻ്റെ ആദ്യ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ദൂരപരിധി എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഇനിയൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇത് എത്ര കാലം നടപ്പിലാകുമെന്നും അറിയേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ടം നിലവിലിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് മിഷനിൽ ലിംഗഭേദം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഈയൊരു കണക്ക് ഓരോ ദിവസവും എത്ര സ്ത്രീകളാണ് KSRTCയിൽ കയറുന്നത് എന്നുള്ള ഏകദേശം ഒരു കണക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടിക്രമം ആദ്യഘട്ടം എന്നോണം നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.